CSR ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ നേരത്തെയും സാമ്പത്തിക തിരിമറി നടത്തിയതിന് കൂടുതൽ തെളിവുകൾ. BJP സംസ്ഥാന സമിതി അംഗം ഗീതാ കുമാരിയിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി വർഷങ്ങളായിട്ടും തിരികെ നൽകിയില്ലെന്നാണ് പരാതി. ഇടുക്കി ജില്ലയിൽ മാത്രം 500ഓളം പരാതികളാണ് അനന്തുവിനെതിരെ ഉള്ളത്. CSR ഫണ്ട് തട്ടിപ്പിൽ പ്രതിയായ തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണനെതിരെ ഇടുക്കിയിൽ നിന്ന് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇടുക്കിയിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലായി 9.5 കോടിയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. കരിമണ്ണൂർ, തൊടുപുഴ, നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ 100 കണക്കിന് പരാതികളാണ് ഇയാൾക്കെതിരെയുള്ളത്. തട്ടിപ്പ് നടത്തിയ പണം അനന്തു ആർഭാട ജീവിതത്തിന് ഉപയോഗിക്കുകയായിരുന്നു. വിവിധയിടങ്ങളിൽ സ്ഥലങ്ങളും ഇയാൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പരാതികളിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS പറഞ്ഞു. പരാതികൾ നമുക്ക് ഏകദേശം റിപ്പോർട്ടായിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഡിസ്ട്രിക്റ്റിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട പരാതികളുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. എന്നാലും ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്ക് സ്പെഷ്യൽ ടീം ഉണ്ടാകും. അല്ല, ഇത് ഇന്റലിജൻസ് പ്രകാരം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. നമ്മളത് വാട്സിൽ വരികയും നിരവധി പരാതികളുണ്ടാവും. അത് കൃത്യമായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്വേഷണം തന്നെ ഉണ്ടാവും. കൃത്യമായിട്ടുള്ള ആക്ഷൻ പോലീസിന് ഭാഗത്തുണ്ടാവും. BJP നേതാവ് ഗീതാ കുമാരിയിൽ നിന്ന് 2017 അനന്തു 25 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. തൊടുപുഴയ്ക്കടുത്ത് കോളപ്രയിൽ ഇയാൾ ഓഫീസ് തുറന്നിരുന്നു. ഓഫീസിന് സമീപമുള്ള പലരും ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഈ ഓഫീസ് ദിവസങ്ങളായി അടഞ്ഞുകിടക്കുകയാണെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. ഇതിന്റെ അറിഞ്ഞ അപേക്ഷ വെച്ചത് പ്രകാരം എന്റെ മോളുടെയും കൂടി തന്നെ 1 ലക്ഷം രൂപ പോയി. പിന്നെ എന്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടി ആയിട്ട് ഒരു 6 ലക്ഷം രൂപ പോയിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ. ഇപ്പൊ ഒരു കുറെ നാളായിട്ട് ആൾക്കാർ ഇങ്ങനെ പലയിടത്തു നിന്നും എന്നെയൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇങ്ങനെ 1 മാസം മുമ്പ് ഇങ്ങനെ ഒരു തട്ടിപ്പൊന്നും ഇതേക്കുറിച്ച് കേട്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് തൊട്ട് ആൾക്കാരിങ്ങനെ നിരന്തരം തൊട്ട് താഴെ അവര് ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ ഞങ്ങളുടെ ബോർഡ് കാണാറുണ്ട് കടയുടെ. അപ്പൊ വിളിച്ച് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു പലർക്കും ഇങ്ങനെ കൊടുക്കണുണ്ട്, കാലതാമസമാണേലും കിട്ടുമായിരിക്കും എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ വന്നപ്പോ ഇതൊരു വൻ തട്ടിപ്പില് പെട്ട് ഞങ്ങളും ഇരിക്കുകയാണ്. മുമ്പ് മണി ചെയിൻ മാതൃകയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ് അനന്തു കൃഷ്ണനെന്നും കുറഞ്ഞ കാലയളവിൽ ഉന്നത സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിയതിൽ സംശയം തോന്നിയിരുന്നതായും നാട്ടുകാർ പറഞ്ഞു.